നമ്മുടെ വത്സല പിതാവ് ഫ്രാൻസിസ് പാപ്പ ഗുരുതരമായ രോഗാവസ്ഥയിൽ റോമിലെ ജെമെല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട വിവരം നമുക്കറിയാവുന്നതാണല്ലോ. പരിശുദ്ധ പിതാവിൻ്റെ ന്യൂമോണിയ കടുത്ത് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ പിതാവ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവർ, ഫ്രാൻസിസ് പാപ്പയുടെ രോഗശാന്തിക്കായി ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദേവാലയങ്ങളിലും വീടുകളിലും പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഹൃദയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. എത്രയും വേഗം രോഗവിമുക്തനായി വത്തിക്കാനിലേക്ക് തിരിച്ചു വന്ന് തൻ്റെ അതിപാലന ധർമ്മം നിർവഹിക്കുവാൻ പരിശുദ്ധ പിതാവിന് ദൈവം അനുഗ്രഹം നൽകട്ടെ എന്നും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, ഒരു പ്രാർത്ഥന അഭ്യർത്ഥനയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ആഗോള സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ രോഗാതുരനായി റോമിലെ ജെമില്ലി ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചിട്ടുണ്ടാകും. പരിശുദ്ധ പിതാവിൻ്റെ നില ഗുരുതരമായി തുടരുന്നു എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധ പിതാവ് പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുകയും റോമിലെ കർദിനാൾമാരോട് സംസാരിക്കുകയും ചെയ്തു എന്ന് നാം അറിയുന്നുണ്ടെങ്കിലും ദിവസങ്ങൾ കഴിയുന്തോറും പരിശുദ്ധ പിതാവിൻ്റെ രോഗാവസ്ഥ മൂർച്ഛിക്കുവാനായിട്ട് സാധ്യതയുള്ളതിനാൽ നമ്മുടെ പ്രാർത്ഥനാ സഹായം വളരെ ആവശ്യമാണ്. നമുക്ക് അറിയുന്നതുപോലെ ജൂബിലി വർഷത്തിൻ്റെ വിവിധങ്ങളായ പരിപാടികളുമായി നാം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം പരിശുദ്ധ പിതാവ് രോഗസൗഖ്യം നേടിക്കൊണ്ട് വത്തിക്കാനിലേക്ക് തിരിച്ചു വന്ന് ജൂബിലിയുടെ ആഘോഷങ്ങൾ പൂർണ്ണമായി നിർവഹിച്ചു കാണണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ആയതിനാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയപൂർവമായ പ്രാർത്ഥന യാചിക്കുകയാണ്. നാം പങ്കുചേരുന്ന ഓരോ ദിവ്യബലിയിലും നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലും നമ്മുടെ ഈ നിയോഗം കൂടെ സൂക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവിൻ്റെ രോഗസൗഖ്യത്തിനായി നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മ വഴിയായും സകല വിശുദ്ധർ വഴിയായും നമുക്ക് അപേക്ഷിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥന ശ്രവിച്ച് എത്രയും വേഗം പരിശുദ്ധ പിതാവിനെ രോഗവിമുക്തനാക്കി സഭയുടെ നേതൃത്വം തുടരുവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.